എല്ലാവർക്കും നമസ്കാരം. ശിവപുരാണ പാരായണം 26-ാം ദിവസം. ഓം നമ ശിവായ. ഉമേശാന വ്രതമാഹാത്മ്യം പാരായണം തുടരുന്നു. ശാരദയുടെ സുഖപ്രാപ്തി. അക്ഷമാദേവനെ സ്പർശിച്ചിടൊല നീ മഹാഭാഗേ, അക്ഷമത്വം ഭവിക്കൊല്ല തത്സമീപേ വസിക്കുമ്പോൾ. രമ്യമാം സ്വപ്ന സംഭോഗം കൊണ്ട് നിത്യം രമിക്ക നീ, ജന്മേപം കഴിച്ചെൻ്റെ സമീപേ പോന്നുകൊള്ളുക നീ. ശാരദയുടെ സുഖപ്രാപ്തി. എന്നരുൾ ചെയ്തുടൻ ദേവി മറഞ്ഞു, ലോകമാതാവ് വന്ദനം ചെയ്തുടൻ നിന്നു വിപ്രനും ശാരദാതാനം. സൂര്യനപ്പോൾ ഉദയാദ്രിമസ്തകാഗ്രേ പ്രകാശിച്ചു, കാര്യമൊക്കെ ധ്രുവൻ ചെന്നു പിതാക്കന്മാരോട് ചൊന്നാൻ. നേത്രയുഗ്മപ്രകാശത്തെ ലഭിച്ച ഭൂസുരശ്രേഷ്ഠൻ യാത്ര ചൊല്ലി ധ്രുവൻ ദിവ്യൻ ഗമിച്ചാൻ ശിഷ്യരുമായി. ശാരദ ചാരു സർവാംഗി പൂർവഭർത്താവിനെ സ്വപ്നെ പരമാനന്ദം ഉൾക്കൊണ്ട് കണ്ടു സംഭോഗവും ചെയ്തു. 4 മാസം കഴിഞ്ഞപ്പോൾ ചാലവേ ഗർഭമുണ്ടായി. ശൈലകന്യാവരം മിഥ്യയാകയില്ലെന്നറിഞ്ഞാലും അതുകാലം വിധവയ്ക്ക് ഗർഭമുണ്ടായി പോലെന്ന് ക്ഷിതിവാസി ജനം കേട്ട് പരിഹാസം തുടർന്നപ്പോൾ ദ്വിജന്മാരൊക്കെ കൂടി വിചാരത്തിനൊരുമ്പെട്ടു. വിജനെ ശാരദയോട് വിചാരിച്ചു തുടങ്ങിനാർ. പരമാർത്ഥം അവളെല്ലാം ഉര ചെയ്ത വിശേഷത്തെ പരിഹാസമാക്കി വെച്ചു പലരും നിന്നുര ചെയ്തു. കുലസ്ത്രീകൾക്കടുക്കാത്ത ഖലത്വം വ്യാപിച്ചിരിക്കും കുലടേ കുൽസിതേ മൂഢേ ദുഷ്ടശീലേ ദുരാചാരേ. കുലത്തിൽ കൂട്ടുമോ നിന്നെ അടക്കം കൈവടിഞ്ഞോരോ ഖലന്മാരിൽ ഗമിക്കുന്ന പാപശീലേ. നടകൊള്ളുക പിടിച്ചു വിൽക്കയും വേണം. ഗ്രഹസ്ഥനെന്തിളയ്ക്കാത്തോ അടിച്ചു പൽപ്പൊഴിക്കണം. ചെവി ചെത്തിയിട്ടയക്കണം. മുടിയൊക്കെ ചിരച്ചേച്ചും കുടുമ വെച്ചയക്കണം. മുടിപ്പാൻ ഇങ്ങനെ വന്നു പിറന്നുള്ള സ്വരൂപത്തെ ത്യജിപ്പാൻ എന്ത് സന്ദേഹം പുറത്തു നില്ലടി മൂഢേ. ഭുജിപ്പാനും കൊടുക്കേണ്ട ഭൂസുര നീ ഇളയ്ക്കാഞ്ഞാൽ തനിക്കും മേലാപത്തു ജനിക്കും സംശയം വേണ്ട. മുനിക്കും വ്യാജമുണ്ടെന്ന് നിനയ്ക്കും സജ്ജനം കേട്ടാൽ. പിടിപ്പിൻ മൂഢയെ നന്നായി അടുപ്പിൻ, മദ്യമാംസങ്ങൾ കൊടുപ്പിൻ. നിങ്ങളെന്നിത്തം ഘോഷമങ്ങോ തുടർന്നാശു. അമ്പരത്തിങ്കൽ നിന്നപ്പോൾ അശരീരി വാക്കുണ്ടായി. കർമ്മദോഷം ഇവൾക്കില്ല സാക്ഷിയുണ്ടീശ്വരന്മാരും. ശങ്കയാരും തുടങ്ങേണ്ട ശാരദയ്ക്ക് ദോഷമില്ല. ശങ്കരപ്രേയസി വാച ഗർഭമുണ്ടായതും ഭദ്രം. യുദ്ധമുള്ള ഗിരം കേട്ട് ഭക്തിയുള്ള ജനമെല്ലാം യുക്തമെന്നങ്ങുര ചെയ്താൻ അന്തണന്മാരുമെന്നപ്പോൾ. ഗൃഹസ്ഥന്റെ നിയോഗത്താൽ ഒരുത്തൻ വ്യാജമായി ചെന്ന് മഹത്വം സംഭവിപ്പാനായി വിളിച്ചു ചൊന്നൊരു വാക്യം എനിക്ക് സമ്മതമല്ലെന്നൊരുത്തൻ ചൊല്ലിനാനപ്പോൾ ജനിച്ചു ജിഹ്വമേൽ നിന്നു കൃമിയും ചോരയുമേറ്റം. അത് കണ്ടു ഭയപ്പെട്ടു ജനം മിണ്ടാതിരിക്കുമ്പോൾ അതിലൊരു മഹാവൃദ്ധൻ മഹീദേവനുര ചെയ്തു. മനക്കാമ്പിലൊരുത്തർക്കും ശങ്ക വേണ്ട ബുധന്മാരെ, എനിക്കേതും ശങ്കയില്ല വരുന്നൊന്നീ വിധമെല്ലാം. അർക്കിതന്റെ പരമാർത്ഥമോർത്തു കണ്ടാൽ ഗ്രഹിച്ചിടാൻ താർക്കികന്മാർ പ്രപഞ്ചം കൊണ്ടൊത്തവണ്ണം കഥിക്കുന്നു. മായ കൊണ്ടു വിളങ്ങുന്ന വിശ്വതത്വം പ്രയോഗിപ്പാൻ ആയവണ്ണം പ്രയത്നങ്ങൾ ചെയ്തുകൊള്ളിൻ ബുധന്മാരെ. ദമ്പതിമാരുടെ സംഘം കൊണ്ട് പുത്രൻ ജനിക്കുന്നു. സമ്പ്രതി പ്രപഞ്ചത്തിൽ ദൃഷ്ടമല്ലോ കഥിക്കേണ്ടു. സംഘമെന്നാൽ ശരീരം കൊണ്ടെന്ന് തന്നെ ഗ്രഹിക്കേണ്ട. സംഗമം മാനസം കൊണ്ടും ഗർഭമുണ്ടാക്കുവാൻ പോരും. യൂപകേതു ക്ഷിതീശന്റെ ശുക്ലബിന്ദു ജലേ വീണു. കാപീവേശ്യാങ്കന പാനം ചെയ്തു ഗർഭം ധരിച്ചാൾ പോൽ. ഋഷ്യശൃംഗൻ മഹായോഗി തന്നെ താതശുക്ലം ചെന്ന് ശൃംഗഗർഭേ ധരിച്ചിട്ടു ഭവിച്ചു ദേഹമെന്നോർപ്പിൻ. ദേവനാരിക്കുടൻ ദർഭം പണ്ട് സൗരാഷ്ട്രഭൂപന്റെ കേവലം പാണി സംസ്പർശം കൊണ്ട് സംജാതമായല്ലോ. വ്യാസമാതാവിനും മാതാവാരടോ ഭൂസുരന്മാരെ. വാസനാരൂപമീ വിശ്വം വിശ്വസിച്ചിടുവിൻ നിങ്ങൾ. ചിത്തസംഘം കൊണ്ട് ഗർഭം ധരിച്ച നാരിമാരുണ്ടാം 10 ലക്ഷം വിചാരിച്ചാൽ എന്തിതെല്ലാം കഥിക്കുന്നു. ശാരദയ്ക്ക് ദോഷമില്ല ശങ്ക വേണ്ട. മനക്കാമ്പിൽ സാരമാകാശവാക്കല്ലോ പ്രമാണം ഭൂസുരന്മാരെ. ദാസിമാർ ചെന്ന് ചോദിച്ചാൽ ആയവണ്ണം പറഞ്ഞിടും. ശാസിയാതെ വസിച്ചാലും നിങ്ങളെല്ലാവരും സ്വൈര്യം എന്ന് വിപ്രോദിതം കേട്ടു ദാസിമാർ ചെന്ന് ചോദിച്ചു. തന്നെ സത്യവൃത്താന്തം ശാരദ താനുര ചെയ്തു.
അന്തണന്മാരത് കേട്ടു വിസ്മയാനന്ദ സന്തോഷം അന്തരംഗെ വഹിച്ചും കൊണ്ടാശു ദേശാന്തരം പുക്കാർ. ശാരദ താൻ പ്രസവിച്ചു പുത്രനുണ്ടായി മഹാവിദ്വാൻ ശാരദീയൻ മഹാധീരൻ ശാരദേന്ദു പ്രകാശാസ്യൻ. സർവവേദങ്ങളും പിന്നെ സർവശാസ്ത്രങ്ങളും ധീമാൻ ഉർവരാ നിർജരാ ബാലൻ ഗ്രഹിച്ചുമേ വിനക്കാലം. ശിവരാത്രിക്ക് ഗോകർണത്തെത്തുവാൻ ഭൂസുരന്മാരും പ്രബല ക്ഷത്രിയന്മാരും വൈശ്യരും ശൂദ്രരും കൂടി സമസ്ത പ്രഭാവത്തോടെ ഗമിക്കും മാർഗമേ കൂടി ഗമിച്ചു ശാരദാനും പുത്രനും താതനും മറ്റ് വിപ്രവൃന്ദങ്ങളും വിപ്രസ്ത്രീകളും തൽജനിയും തത്ര ചെന്നു മഹാദേവം വണങ്ങി സഞ്ചരിക്കുമ്പോൾ തന്നെ സ്വപ്നസംഭോഗം സ്നിഗ്ധനാങ്കാന്തനെ കണ്ടു. നിന്നിതോ ശാരദ തന്നെത്താൻ മറന്നെത്രയും മോതാൽ തൽക്ഷണം ഭൂസുരന്താനും സ്വപ്നസന്തുഷ്ടമായുള്ള ലക്ഷണം കണ്ടുടൻ കാമക്രാന്തനായി അന്തികെ വന്നാൻ. ആരിടോ നീ മനോജ്ഞാങ്കി ചൊൽക നീ എന്ന് ചോദിച്ചാരാണ് ആരണശ്രേഷ്ഠനോടെല്ലാം ചൊല്ലിനാൾ ശാരദാനം. എന്നുടെ പൂർവകാന്തൻ നീ നിന്നുടെ പുത്രനീ ബാലൻ എന്നുടെ നന്ദനൻ കാൺക ശാരദീയൻ ഭവത്തുല്യൻ. എന്നതു കേട്ടുര ചെയ്തു ഭൂസുരൻ ഹാസവും തൂകി നന്നടോ ബാലവൈധവ്യം വന്നു നീ ചൊന്നതീ വണ്ണം. ശാരദാനുര ചെയ്തു ഗൗരിതൻ്റെ പരം പിന്നെ സാരമാം സ്വപ്നവൃത്താന്തം പുത്രജന്മപ്രകാരങ്ങൾ. ഉമേശാനവൃതം പിന്നെ ധ്രുവൻ്റെ വാക്യവുമെല്ലാം ക്രമത്താൽ ഗൂഢമാം വണ്ണം പറഞ്ഞു സംഭ്രമത്തോടെ. അത് കേട്ടു മഹീദേവൻ പ്രസാദിച്ചു പുറപ്പെട്ടു പിതാക്കന്മാരോടു യാത്ര പറഞ്ഞു ഭാര്യയും താനും. പുത്രനും തത്ര നിന്നാശു ഗമിച്ചു തൽപുരം പുക്കു. മിത്രവൃന്ദങ്ങളെ കൂടെ ഗ്രഹിപ്പിച്ചു വിശേഷങ്ങൾ ശാരദ താനതു നേരം വ്രതത്തിൻ്റെ ഫലം പാതി പരമാസ്ഥാരസത്തോടെ കൊടുത്തു തൽപ്പതിക്കപ്പോൾ. ശാരദീയാഖ്യാനം തൻ്റെ പുത്രനെയും മുതാ നൽകി സ്വൈര്യമായ പ്രയാകാരേമേ വിനാളെന്നതേ വേണ്ടു. അംഗസ്പർശനം കൊണ്ടു കൂടാതെ ആത്മഭർത്താവിനെ സ്വപ്നെ സംഗമിച്ചു ബഹുകാലം വസിച്ചു ശാരദ മോതാൽ. ഏകദാ തന്നെ ദേഹം ത്യജിച്ചു കാന്തനോടൊപ്പം ശോകഹീന നിജഗാത്രം ത്യജിച്ചു ശാരദാനം. ദിവ്യരൂപം ധരിച്ചാശു രണ്ടുപേരും പ്രവേശിച്ചാരവ്യയം സന്തതാനന്ദം ശംഭുലോകം സദാകാലം. ഉമേശാനവ്രതത്തിൻ്റെ മഹത്വാകർണനം ചെയ്താൽ ക്രമേണാനന്ദമാം ലോകെ ഗമിക്കാൻ താപസന്മാരെ. കുലസ്ത്രീകൾക്കിതു കേട്ടാൽ നെടുമംഗല്യമുണ്ടാകും കുലസ്ത്രീ പുഷ്ടിയും പിന്നെ സന്തതി സൗഖ്യവും ഭദ്രം. ചന്ദ്രചൂഡപ്രസാദത്തെ ചന്തമോടെ ലഭിക്കുന്ന ചന്ദ്രബിംബാനനൻ വീരൻ മനക്കോട്ടു ബാലരാമൻ. നന്ദി പൂണ്ടു ചിരകാലം നാടുവാണോ വസിക്കേണം വന്ദനീയാകൃതേ ശംഭോ വാമദേവ നമസ്കാരം. ഉമേശാന വ്രത മാഹാത്മ്യം സമാപ്തം. ഓം നമഃ ശിവായ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.